ഈ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ അത് ഇന്ത്യ വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവിടേക്ക് മാത്രം ആക്രമണം നടത്തുന്നു എന്നുള്ളത്, അവയുടെ പ്രാധാന്യം ഈ ബഹാവൽപൂരിലേക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തന്നെയാണ് തകർത്തിരിക്കുന്നത്. ഒപ്പം കസബ അടക്കമുള്ളവർക്ക് ട്രെയിനിങ് കിട്ടിയ സ്ഥലം, അത് സിയാൽകോട്ടിലെ ഭീകരവാദ കേന്ദ്രം. ഡേവിഡ് ഹാഡ്ലിയെ പാകിസ്ഥാൻ പരിശീലിപ്പിച്ചതും അവിടെ തന്നെയാണ് കസബിന് ഭീകരാക്രമണത്തിന് പരിശീലനം കിട്ടുന്നത്. അങ്ങനെ വളരെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ നോക്കി തന്നെയാണ് ഇന്ത്യ ആക്രമിച്ചത് എന്ന് പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായും നമ്മളത് രാവിലെ മുതൽ അല്ലെങ്കിൽ ഈ ആക്രമണം ഉണ്ടായി തിരിച്ചടി ഇന്ത്യ നൽകിയ ശേഷം ഏറ്റവും വ്യക്തമായി നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ പ്ലാനിങ്, ഇന്ത്യ എടുത്ത ഒരു നിലപാട്, സ്ട്രാറ്റജി, എടുത്തടിച്ചൊരു മറുപടിയല്ല ഇന്ത്യ നൽകിയത്. ഒരുപക്ഷെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായി 26 പേർ ഇന്ത്യയിൽ കൊല്ലപ്പെടുമ്പോൾ അതിന് വളരെ വൈകാരികമായി തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ ഇന്ത്യക്ക് മറുപടി നൽകാമായിരുന്നു. ഈ കേന്ദ്രങ്ങളൊക്കെ ഇന്ത്യക്ക് അറിയാവുന്നതുമാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെയോ നിരീക്ഷണത്തിൽ കാലാകാലങ്ങളായി ഉള്ളതാണ്. അതിന്ന് സൈനിക ഉദ്യോഗസ്ഥർ അത് പറയുകയുണ്ടായി. 2008 മുതൽ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്ന, അതിന് വളം വെച്ച് കൊടുക്കുന്ന, വളം നൽകുന്ന, ആയുധം സംഭരിച്ച് നൽകുന്ന, ഭീകരർക്ക് നുഴഞ്ഞു കയറാൻ എല്ലാ സഹായവും ഒരുക്കുന്ന ഈ കേന്ദ്രങ്ങളാണ് ഈ 9 കേന്ദ്രങ്ങളും. ആ കേന്ദ്രങ്ങളെല്ലാം ഇന്ത്യക്ക് അറിയാവുന്നതാണ്. ഇന്ത്യ ഒരുപക്ഷെ അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇതുവരെയും പോയിരുന്നില്ല. വൈകാരികമായിട്ട് ഇന്ത്യ അതിനെ സമീപിച്ചിരുന്നില്ല. പക്ഷേ ഇന്ത്യ വളരെ വ്യക്തമായി, വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് 3 സൈനിക, അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇതിനൊരു കരസേനയുടെയോ വ്യോമസേനയുടെയോ മാത്രം സഹായം മതിയാകും ഇത്തരത്തിലൊരു ആക്രമണം തിരിച്ചടി ഇന്ത്യക്ക് നടത്താൻ. പക്ഷേ നാവികസേനയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അറബിക്കടലിൽ പാകിസ്ഥാനോട് ചേർന്ന്, കറാച്ചിയോട് ചേർന്ന് ഇന്ത്യയുടെ പടക്കപ്പലുകളെ കൂടി സജ്ജീകരിച്ചുകൊണ്ട് എന്ത് തിരിച്ചടി ഉണ്ടായാലും, അല്ലെങ്കിൽ ആ രൂപത്തിൽ എങ്ങനെയെല്ലാം ഇന്ത്യ അതിനെ സജ്ജീകരിക്കാമോ അങ്ങനെയെല്ലാം സജ്ജീകരിച്ചുകൊണ്ട് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, നമുക്കറിയാം അതെല്ലാം ഉപഗ്രഹ ചിത്രങ്ങൾ കൂടിയാണ്, പിന്നെ വ്യോമസേനയുടെ വിമാനങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ കൂടിയാണ്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ എല്ലാ യുദ്ധവിമാനങ്ങളും ഇറക്കിയുള്ള പരീക്ഷണം. അതുമാത്രമല്ല, അത് രാത്രിയിലായിരുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഗംഗ എക്സ്പ്രസ് വേയിൽ രാത്രിയിൽ നടത്തിയ പരീക്ഷണം. അതായത് ഇന്ത്യയിൽ നിന്ന് പറന്നുയരുന്നതും പറന്ന് ഇറങ്ങുന്നതുമായ എല്ലാ യുദ്ധവിമാനങ്ങൾക്കും ഗംഗ എക്സ്പ്രസ് വേയിൽ രാത്രി ഇറങ്ങാൻ കഴിയുന്ന അന്തരീക്ഷം, അങ്ങനെ എല്ലാം ഒരുക്കിക്കൊണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട്, പൂർണ്ണമായും സന്നദ്ധമായിക്കൊണ്ട്, അതിനപ്പുറത്തേക്ക് ഈ കേന്ദ്രങ്ങളെല്ലാം നേരത്തെ ലക്ഷ്മി ചോദിച്ച ഈ 9 കേന്ദ്രങ്ങളും കൃത്യമായി മനസ്സിലാക്കി അവിടെ മറ്റ് സിവിലിയൻസിനെ അല്ലെങ്കിൽ അവിടെ മറ്റ് സൈനിക ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒന്നും തൊടുക്കാതെ ഈ കേന്ദ്രങ്ങളിലേക്ക്, ഈ കെട്ടിടങ്ങളിലേക്ക്, ഈ കെട്ടിടങ്ങളെല്ലാം ഏതാണ്ട് വലിയ ജനവാസ കേന്ദ്രങ്ങളോട്, അല്ലെങ്കിൽ അത്തരത്തിലാണ് അവിടെ പാകിസ്ഥാനിൽ ഈ തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ആ കേന്ദ്രങ്ങളിലേക്ക്, ആ ബിൽഡിങ്ങുകളിലേക്ക്, കെട്ടിടങ്ങളിലേക്ക് കൃത്യമായി പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുന്നത്, ഇന്ത്യൻ സൈന്യത്തിന് കഴിയുന്നത് ഇന്ത്യ എടുത്ത തയ്യാറെടുപ്പാണ്. അതാണ് ഈ 14 ദിവസം ഉണ്ടായ 14 ദിവസത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതാണ് ആ കേന്ദ്രങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ജെയ്ഷെ മുഹമ്മദും, ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വന്നതാണ്, ഈ ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദിനും ശരിക്കും ഇന്ത്യയുടെ പട്ടികയിൽ ഉണ്ടായിരുന്നതല്ല. ഇന്ത്യയുടെ പട്ടികയിൽ ശരിക്കും ലഷ്കർ ഇ തോയ്ബ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ലഷ്കർ ഇ തോയ്ബയാണെന്ന് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ്, തെളിവുകളടക്കം ഇന്ത്യ കൊടുത്തതുമാണ്. പക്ഷേ ഇന്ത്യ ഒരു ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ തയ്യാറെടുക്കുമ്പോൾ കാലാകാലങ്ങളായി, കഴിഞ്ഞ 2008 മുതൽ അതിന് മുൻപും എത്രയോ വർഷങ്ങളായി ഈ സംഘടനകൾ കൂടി, അതായത് ഹിസ്ബുൾ മുജാഹിദിനൊക്കെ ഇപ്പോൾ ഏതാണ്ട് ക്ഷയിച്ചു പോയി എന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഹിസ്ബുൾ മുജാഹിദിനെയും ജെയ്ഷെ മുഹമ്മദിനെയും കൂടി വെറുതെ വിടാൻ ഇന്ത്യ തയ്യാറല്ല. കാരണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു മറുപടിയാണ് എന്ന രൂപത്തിലാണ് ഇന്ത്യ ഇതിനെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്തേക്ക് ഇന്ത്യ ആയുധം തൊടുക്കുന്നത്, മിസൈൽ തൊടുക്കുന്നത്. അത് നമുക്കറിയാം. വളരെ ഈ ആയുധ സന്നാഹങ്ങളെക്കുറിച്ച് കൂടി ചിലപ്പോൾ പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും പ്രേക്ഷകർക്ക് വേണ്ടിയെന്ന് തോന്നുന്നു. ഈ സ്കാൾപ്പ് എന്ന് പറയുന്ന മിസൈലുകൾ, അതിൻ്റെ 450 കിലോമീറ്റർ ദൂരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന, 250 മുതൽ 450 കിലോമീറ്റർ വരെ എത്തിച്ചേരാൻ കഴിയുന്ന വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള മിസൈലാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഹാമർ എന്ന് പറയുന്ന ബോംബിംഗ് സംവിധാനമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ കൃത്യമായി പ്ലാനിങ്, അതായത് ഒരു കാരണവശാലും പാളിപ്പോകരുത് എന്ന് ഇന്ത്യൻ സൈന്യത്തിന് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉദ്ദേശമുണ്ടായിരുന്നു. ആ പ്ലാനിങ് പൊളിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ 14 ദിവസത്തെ ഇത് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തത്, നമുക്ക് ആ കേന്ദ്രങ്ങളൊന്ന് പരാമർശിച്ച് പോകാം. ലഷ്കർ ഇ തോയ്ബയുടെ മർക്കസ് തൈബ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ കേന്ദ്രമാണ്. അവരുടെ പ്രബോധന കേന്ദ്രം, പ്രവാചകരുടെ കേന്ദ്രം എന്നൊക്കെ അവർ അവകാശപ്പെടുന്നു. പക്ഷേ ഇന്ത്യൻ സൈന്യം പറയുന്നത് അവിടെ ആയുധ സംഭരണശാലയാണ്. ആ ആയുധ സംഭരണശാലയിലേക്കാണ് ഇന്ത്യ ആയുധം തൊടുക്കുന്നത്. അതാണ് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നത്. ആ ദൃശ്യം
ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ തെക്കൻ പഞ്ചാബിലാണ് ഈ ബഹവൽപൂർ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരരുടെ തലച്ചോറുകളെല്ലാം കേന്ദ്രങ്ങളെല്ലാം ഇരിക്കുന്നത് അവിടെയാണ്. അവരുടെ കുടുംബങ്ങളടക്കം അവിടെയുണ്ട്. അതിൽ ചിലർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ആ ബഹവൽപൂരായിരുന്നു പ്രധാന ലക്ഷ്യം. ആ കേന്ദ്രം ഒരുപക്ഷെ ലഷ്കർ ഇ തോയ്ബയെ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിനെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്, ഇത്തരം ബഹവൽപൂർ പോലുള്ള പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദ കേന്ദ്രങ്ങളും കൂടിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 2001 പാർലമെൻറ്റ് ആക്രമണം, 2019 പുൽവാമ ചാവേർ ബോംബാക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നടത്തിയ നിരവധി ആക്രമണങ്ങളുടെ ബുദ്ധി കേന്ദ്രം ഈ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും പിന്നീട് ഈ മർക്കസ് തൈബയും അടക്കമുള്ള കേന്ദ്രങ്ങളാണ് എന്ന് സൈന്യം ഇന്ന് പറയുമ്പോൾ, സൈന്യം പൂർണ്ണമായും കൃത്യമായും ലക്ഷ്മി ചോദിച്ചതുപോലെ പൂർണ്ണമായും കൃത്യമായും വളരെയധികം വലിയ പ്ലാനോട് കൂടി തന്നെയാണ് സൈന്യം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ബേസ് ഗ്രൗണ്ട് പരിശീലന കേന്ദ്രം കൂടിയാണ് ഈ മർക്കസ് തൈബ എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാവുന്നതാണത്. പലപ്പോഴായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ടുകൾ വന്നതാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ എടുത്ത ഈ തിരിച്ചടിയിലാണ് അത് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ആ പേരുകൾ പോലും നമ്മൾ മറന്നുപോയ പേരുകളിലേക്ക് അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയ പേരുകളിലേക്ക് ഇപ്പോൾ ആയുധം തൊടുക്കുമ്പോഴാണ് അവിടെ ഭീകര കേന്ദ്രങ്ങളായി വലിയ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. മാത്രമല്ല മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കോട്ലിയാണ്. കോട്ട്ലി നമ്മൾ നേരത്തെ പറഞ്ഞാണ് എല്ലാ ബോംബർ പരിശീലന കേന്ദ്രങ്ങളുടെയും ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് കോട്ട്ലിയാണ്. അതോടൊപ്പം തന്നെ ആ മർക്കസ് അബ്ബയിൽ തന്നെയാണ് കോട്ട്ലിയും. അതും പാകിസ്ഥാനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നൊന്ന് സർജൽ നേരത്തെ സൈനിക മേധാവിമാർ തന്നെ അത് സൂചിപ്പിച്ചു. എല്ലാ പ്രാദേശിക പിന്തുണയോടും കൂടി നടത്തുന്ന ഭീകരവാദ കേന്ദ്രങ്ങളിലൊന്നാണ് സർജൽ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഈ റിക്രൂട്ട് ചെയ്ത തീവ്രവാദികൾക്കുള്ള പരിശീലനം പുതിയ ആളുകൾക്ക് ഇന്ത്യയിൽ നിന്നടക്കം ഈ ചെറുപ്പക്കാരെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് അടക്കം അവിടെ പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അത് സിയാൽകോട്ടിലെ കേന്ദ്രം കൂടി മുഹ്മുന എന്ന് പറയുന്ന സിയാൽകോട്ടിലെ കേന്ദ്രവും അങ്ങനെ തന്നെയാണ്. അതിനെയും അങ്ങനെ തന്നെയാണ് നമ്മുടെ സൈന്യം വിശേഷിപ്പിക്കുന്നത്. പിന്നൊന്ന് ഗുൽപൂരാണ്. ഗുൽപൂർ നമ്മളുടെ കേന്ദ്രത്തിലേക്ക്, അതായത് ഇന്ത്യയിലേക്ക് പെട്ടെന്ന് ആക്രമണം നടത്താൻ രജൌരിയിലേക്കും പൂഞ്ചിലേക്കും ഒക്കെ പെട്ടെന്ന് ഭീകരാക്രമണം നടത്താനായിട്ട് ഷെല്ലാക്രമണം നടത്താനായിട്ട് ഒന്ന് വേഗം കയറി ഇറങ്ങിപ്പോയി നടത്താൻ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കേന്ദ്രമാണ് ഗുൽപൂർ എന്ന് പറയുന്നത്. അതും പൂർണ്ണമായും നശിപ്പിച്ചു എന്നൊരു വിവരം കൂടിയാണ് സൈന്യം പുറത്തുവിടുന്നത്. അതുമാത്രം പിന്നൊന്ന് സവായ്, കശ്മീർ താഴ്വരയിലെ എല്ലാ ഭീകരാക്രമണങ്ങൾക്കും അല്ലെങ്കിൽ ഭീകര ആക്രമണ പദ്ധതികളുടെയും ബുദ്ധി കേന്ദ്രമായാണ് സവായ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ബേസ് ക്യാമ്പായി, കശ്മീർ താഴ്വരയുടെ ബേസ് ക്യാമ്പായി ഭീകരർ ഉപയോഗിക്കുന്ന കേന്ദ്രമാണ് സവായ് എന്ന് പറയുന്നത്. സർജലും ബർണാലയുമാണ് മറ്റൊന്ന്. അത് നേരത്തെ സൈന്യം വിശദീകരിച്ചു. സർജലും ബർണാലയും അതും സൈനിക കേന്ദ്രങ്ങളിലേക്ക്, ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, കശ്മീരിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കെല്ലാം ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറാനും അതിനുള്ള സൗകര്യം ഒരുക്കുന്ന ബേസ് ക്യാമ്പാണ് ഈ സർജലും ബർണാലയും എന്ന് പറയുന്നത്. പിന്നെ ഹിസ്ബുൾ മുജാഹിദിൻ്റെ സാന്നിധ്യമുള്ള മുഹ്മുന, അവിടെയാണ്. അതൊരു പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഹിസ്ബുൾ മുജാഹിദിനെ ഏതാണ്ട് ക്ഷയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും ഇന്ത്യൻ സൈന്യം അവരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മുൻകാലങ്ങളിൽ പെഹൽഗാമല്ല, അതിന് മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ ആക്രമണം നടത്താനുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്ന സ്ഥലം കൂടിയാണ് മുഹ്മുന എന്ന് പറയേണ്ടത്. അവിടെ കൂടി ഇന്ത്യ ആക്രമണം നടത്തുന്നു. എന്തായാലും പ്രധാനപ്പെട്ട 9 കേന്ദ്രങ്ങൾ ഇനിയൊരു തിരിച്ചടി ഇന്ത്യയിലേക്ക് അതിർത്തി കടന്ന് ഭീകരവാദ പ്രവർത്തനം നടത്താൻ ശേഷിയില്ലാത്ത വിധം പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന, പാകിസ്ഥാൻ സൈന്യം പിന്തുണയ്ക്കുന്ന ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൊരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു, കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു, ഒരു നല്ല പദ്ധതി ഉണ്ടായിരുന്നു. സൈന്യം അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുമാത്രമല്ല ഇനി ഇന്ത്യ എടുക്കാൻ പോകുന്നത് കടുത്ത ജാഗ്രതയാണ്. കാരണം ഭീകരരെ സംബന്ധിച്ച് ഒന്നും നോക്കാനില്ല എന്ന രൂപത്തിലാണ് അവരുടെ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. ഇപ്പോൾ അമിത്ഷാ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. കണ്ട ശേഷം ഒരുപക്ഷെ ചിലപ്പോൾ അമിത്ഷാ മാധ്യമങ്ങളെ ഇന്ന് കണ്ടേക്കും എന്നൊരു സൂചന കൂടിയുണ്ട്. അതുമാത്രമല്ല അതിനുശേഷമാണ് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും മോക്ക് ഡ്രിൽ നടത്തുന്നത്. ആ മോക്ക് ഡ്രിൽ കൂടി ആകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ കൂടി ഇതൊരു ജാഗ്രതയോടുകൂടി സജ്ജരായിരിക്കാനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അതുമാത്രമല്ല വിമാനത്താവളങ്ങൾ, ഡാമുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എല്ലായിടത്തും പ്രത്യേക സുരക്ഷ. വിമാനത്താവളങ്ങൾ ജമ്മു കാശ്മീരിലെയും അമൃത്സറിലെയും വിമാനത്താവളങ്ങൾ ഏതാണ്ട് 10-ാം തീയതി വരെ, ഈ മാസം 10-ാം തീയതി വരെ അടച്ചിടുന്നു. അതെല്ലാം വലിയ ജാഗ്രതയോടുകൂടി ഇന്ത്യ എന്തായാലും ഭീകരർക്കെതിരെ നിലപാടെടുക്കാൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഈ കാലം വരെ ഇല്ലാത്ത രൂപത്തിൽ, ഈ കാലം വരെ ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഭീകരർ വന്നുപോയി നമ്മളുടെ സൈനികരെ കൊലപ്പെടുത്തുക, സിവിലിയൻസിനെ കൊലപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ കണ്ടു നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ അതിന് വാക്കാലുള്ള മറുപടി മാത്രമാണ് ഈ കാലം വരെ നൽകിയിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇന്ത്യ നൽകുന്നത് വലിയ തിരിച്ചടിയാണ്. അത് ലോകത്തിനുകൂടിയുള്ള മുന്നറിയിപ്പാണ്. ലോകത്തിൻ്റെ പിന്തുണ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ നടപടിയിലേക്ക് പോയത്. ഇന്ത്യ ഇനി എടുക്കാൻ പോകുന്ന നടപടി കടുത്ത ജാഗ്രതയിൽ നിൽക്കുക എന്നുള്ളതാണ്. അതിർത്തി കടന്നുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക, തടയുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഉദ്ദേശവും. അതിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ കൂടി ഉള്ളപ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്ക് അക്കാര്യത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്. ലക്ഷ്മി.